മുൻ സർക്കാരുകളുടെ നല്ല പദ്ധതികളൊക്കെ പേര് മാറ്റി സ്വന്താക്കുക എന്നുള്ളത് BJPയുടെ ഒരു ഹോബിയാണ്. ഫോർ എക്സാമ്പിൾ, നിർമ്മൽ ഭാരതിനെ സ്വച്ഛ് ഭാരത് അഭിയാനാക്കി, ഇന്ദിര ആവാസ് യോജന പ്രധാനമന്ത്രി ആവാസ് യോജനയാക്കി, ചേരി നിർമ്മാർജ്ജനത്തിനുള്ള രാജീവ് ആവാസ് യോജന സർദാർ പട്ടേൽ നാഷണൽ മിഷൻ ഫോർ അർബൻ ഹൗസിംഗ് എന്നാക്കി, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ മേക്ക് ഇൻ ഇന്ത്യ അഥവാ ആത്മനിർഭർ ഭാരത് എന്നാക്കി. അങ്ങനെ എത്രയോ പദ്ധതികൾ. ഈ അപകർഷതാബോധത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പൊ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ VBG റാംജി എന്നാക്കി മാറ്റിയത് എന്ന് വ്യാഖ്യാനിക്കപ്പെടാം. കണക്കുകൾ അനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ 58% വരുമാനവും ഈ രാജ്യത്തെ 10% ആളുകളുടെ കയ്യിലാണ്. ബാക്കി 90% ആളുകളെയും ഉയർത്തുന്ന പദ്ധതികളിലൊന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ. അതിലൂടെ റേഷൻ വാങ്ങുന്ന 15.4 കോടി ജനങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ട്. അവർക്ക് പഴയതുപോലെ കഞ്ഞി റൊട്ടിയും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കേന്ദ്ര സർക്കാർ നിലപാട് നിർഭാഗ്യകരമാണ്. ചെയ്യുന്നത് ജനദ്രോഹമല്ലെന്നും നന്മയാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിക്കണമായിരുന്നു. വോട്ട് ധ്രുവീകരണങ്ങൾ ദരിദ്ര ഭൂരിപക്ഷത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ